ക്യാൻവ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നെയിം സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കാം. നെയിം സ്ലിപ്പ് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ച് ക്യാൻവയിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്യാൻവയുടെ ഏറ്റവും മുകളിലുള്ള സെർച്ച് യുവർ കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ നെയിം സ്ലിപ്പ് എന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. നെയിം സ്ലിപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെയിം സ്ലിപ്പ് മോഡൽ വരും. ഇവിടെ ഏതൊരു മോഡലാണ് നമുക്ക് വേണ്ടത് ആ ഒരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിതിൽ ഫസ്റ്റ് മോഡൽ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനായിട്ട് ഈ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിൽ നമുക്ക് ഉള്ള ഈ ടെംപ്ലേറ്റിലെ കളറ് കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഫോട്ടോയിലെ ഈ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ സൂം ചെയ്തിട്ട് ഒരു കളറിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ കളറിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളർ ഏതൊരു കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു മോഡൽ, ഈ ഒരു നെയിമിൻ്റെ മോഡൽ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എലമെൻസിൽ പോയിട്ട് സെർച്ച് എലമെൻസിലെന്ന് ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യാം. ഗ്രാഫിക്സിൽ സെർച്ച് ഗ്രാഫിക്സ് എന്നുള്ളതിൽ നെയിം സ്ലിപ്പും സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. നെയിം സ്ലിപ്പിൻ്റെ ഗ്രാഫിക്സ് കിട്ടും. ഇത് ഗ്രാഫിക്സിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ ഗ്രാഫിക്സ് ഓപ്പൺ ചെയ്യുന്നു കേട്ടോ. ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് അവിടെയുള്ള നെയിം സ്ലിപ്പിൻ്റെ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് വലുതാക്കി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. ഒന്ന് മാറ്റാന്നുണ്ടെങ്കിൽ താഴെയുള്ള കൊല്ലം മാറ്റണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡിലീറ്റ് ബട്ടൺ, ഡിലീറ്റ് ഇമേജ് എന്ന് കൊടുക്കുക കേട്ടോ. ഡിലീറ്റ് ഗ്രേഡ് അല്ല, ഡിലീറ്റ് ഇമേജ് എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഫ്രെയിം അവിടെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്താൽ മതി. ഇനി അതിൽ അപ്ലോഡ്സിൽ പോവുക. അപ്ലോഡ്സിൽ അപ്ലോഡ് ഫയൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് എന്ന് കാണാം. ആ ഡിവൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറി ഓപ്പൺ ആവും. ഗാലറിയിൽ നിന്ന് നമുക്ക് ഏതൊരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു ഇമേജസിലേക്ക് വരും കേട്ടോ. ഇനി ഇവിടെ നിന്ന് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ക്യാൻവാസിലേക്ക് വന്ന് ശേഷം ഈ ഒരു ക്യാൻവാസിൽ നിന്നും ആ ഫ്രെയിമിലേക്ക് കറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് ഫോട്ടോ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഫോട്ടോ കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാൻ പോകുന്നത്. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഈ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ കാണാം. ഈ എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷെയർ ലിങ്ക് എന്നുണ്ട്, ഡൗൺലോഡ് എന്നുണ്ട്. ഷെയർ ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഈ ഒരു ലിങ്ക് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ഫോട്ടോ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതല്ല നമുക്കിത് പ്രിൻ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിൽ PNG എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്, നമുക്കിത് PDF ഫോർമാറ്റിലേക്കാണ് വേണ്ടത്. അതിനായിട്ട് ആ PNG എന്നുള്ളതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് താഴേക്കൊരു ആരോ കാണാം. ആ ആരോ ക്ലിക്ക് ചെയ്യാം. അവിടെ JPG എന്നുണ്ട്. JPG എന്നുള്ള ബെസ്റ്റ് ഫോർ ഷെയറിങ് ആണ്. അതായത് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ അങ്ങനെയുള്ള ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു JPGയിലേക്കാണ് വേണ്ടത്. പിന്നെ PNG ബെസ്റ്റ് ഫോർ കോംപ്ലക്സ് ഇമേജ്, അതായത് നമുക്ക് ഡിസൈനിൽ കൊണ്ടുവരാനുള്ള ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവില്ല, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അങ്ങനത്തെ, അതൊക്കെ നമ്മൾ PNGയിൽ സെലക്ട് ചെയ്യേണ്ടത്. ഇനി PDF സെലക്ട് ചെയ്യേണ്ടത് ബെസ്റ്റ് ഫോർ ഡോക്യുമെൻറ്റ്, അതായത് നമുക്ക് ഇതേപോലെയുള്ള ഡിസൈൻ ഡോക്യുമെൻ്റ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് PDF സ്റ്റാൻഡേർഡിലേക്ക് ഇടാം. ഇനി PDF പ്രിൻറ്റിലേക്ക് ഇടേണ്ടത് നമ്മളത് ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മൾ മൊബൈലിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് അല്ല, നമുക്കത് പ്രിൻ്റ് എടുക്കാനുള്ള ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ PDF പ്രിൻ്റ് എന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ PDF പ്രിൻ്റ് എന്ന് സെലക്ട് ചെയ്ത് ഇനി അതിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഏറ്റവും താഴത്തായിട്ട് ആ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ PDF ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്.
ഓക്കെ, ഇനി അത് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് വാട്സപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക. അതല്ല വാട്സപ്പിലേക്കൊന്നും ഷെയർ ചെയ്യാനല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൽ പ്രിൻ്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അത് ഫയലിലുണ്ടാവും, ഫയലിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാം. ഓക്കെ, ഇനി വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടും അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാൻവയുടെ പ്രോ വേർഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ എലമെൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള ഡിസൈനിൽ ഇതിലുള്ള ഈ മോഡലൊന്നുമല്ല, നമ്മളുടേതായിട്ട് ഡിസൈനിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നെയിം സ്ലിപ്പ് എന്ന് ഗ്രാഫിക്സിൽ അടിച്ചപ്പോൾ തന്നെ ഒരുപാട് നെയിം സ്ലിപ്പിൻ്റെ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട് അല്ലേ. ഈ ഗ്രാഫിക്സൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതായിട്ടുള്ള ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിന് ക്യാൻവ പ്രോ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എനിക്ക് മെസ്സേജ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.